ഹായ് ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ കുക്കറിൽ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി എഗ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇത് നമ്മൾ ഉള്ളിയോ തക്കാളിയോ ഒന്നും വഴറ്റിയോ അങ്ങനെ ഒന്നും വേവിക്കേണ്ട ആവശ്യമില്ല. എല്ലാം ഒറ്റ വിസിലിൽ വേവിച്ചെടുക്കാൻ പറ്റിയ ഒരു കിഡിലൻ റെസിപ്പിയാണ് കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ 2 സവാള ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് കുക്കറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞതും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. അതൊരു ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റോ അല്ലാന്നുണ്ടെങ്കിൽ ക്രഷ് ചെയ്തതാണെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുത്താലും മതിയാവും കേട്ടോ. പിന്നെ ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ടയും അതുപോലെ വലിയ ജീരകവും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മസാലപ്പൊടികളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1/4 ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ കയ്യിൽ കാശ്മീരി മുളക് പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക. നല്ല കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലുള്ള മുളക് നല്ല എരിവായതിനെ കൊണ്ടാണ് ഞാൻ ഇത്രയും കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1/4 ടീസ്പൂണിലും താഴെ ഗരം മസാലപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് പുഴുങ്ങിയിട്ടുള്ള മുട്ടയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് പുഴുങ്ങാതെ പച്ചമുട്ട നന്നായിട്ട് കഴുകിയിട്ട് ഇട്ട് കൊടുത്താലും മതിയാവും. എനിക്കത് ഓക്കെ അല്ല, അതുകൊണ്ട് ഞാൻ പുഴുങ്ങിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിലും ഇതിലങ്ങോട്ട് ഇട്ട് കൊടുത്താൽ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും കേട്ടോ. സിമ്പിളായിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒറ്റ വിസിൽ മതിയാവും കേട്ടോ. നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും. ഇതിൻ്റെ മസാലയൊക്കെ എഗ്ഗിൽ നന്നായിട്ട് തന്നെ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ കുക്കറിൽ ഉണ്ടാക്കിയിട്ടുള്ള ഈ എഗ് റോസ്റ്റ് അവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് രാവിലെയൊക്കെയാണത് കൂടുതലായിട്ട് യൂസ്ഫുൾ ആവുന്നത്. നമുക്ക് ഇതെല്ലാം കൂടെ കുക്കറിലിട്ടിട്ട് പിന്നെ ആ ഭാഗത്തേക്ക് നോക്കുക വേണ്ട. ഇതെല്ലാവരും ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. സിമ്പിളായിട്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്.